അല്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അല്പം വൈകിയത് സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരിയുടെ 2 വീടുകളിലേക്കും ഞാൻ പോയി. ഭർത്താവിന്റെ വീട്ടിലേക്കും പോയി, ആ സഹോദരിയുടെ വീട്ടിലേക്കും പോയി. അല്ലാ ചെറിയ പൊന്നുമോള്, 6 വയസ്സുള്ള പൊന്നുമോള്, 4 വയസ്സുള്ള പൊന്നുമോന് മുഹമ്മദ്, 2 പേരെയും കണ്ടപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ആ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് ഉമ്മയില്ലല്ലോ. പക്ഷേ ആ ഉമ്മ എത്ര വലിയ ഭാഗ്യമുള്ള സഹോദരിയാ. ഹറമിലാണ് കിടക്കുന്നത്, ഖദീജ ഉമ്മാന്റെ ചാരത്താണ് കിടക്കുന്നത്, അതേ ജന്നത്തുൽ മുഹല്ലയിലാണ് കിടക്കുന്നത്. മുഹരിമായ നിലയിലാണ് മരിച്ചത്, മത്വാഫിൽ വെച്ചുകൊണ്ടാണ് മരിച്ചത്. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയ നിലയിലാണ് മരിച്ചത്. അതേ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് മുത്തിയതിനു ശേഷം ആണ് ആ സഹോദരി മരിക്കുന്നത്. എന്തു നല്ല മരണമാണ്. ഓ പെങ്ങളെ, ഓ സഹോദരി, എത്ര കാലമാ നമ്മൾ ഈ തോന്നിവാസത്തിന്റെ പിന്നാലെ പോവുക? എത്ര കാലമാണ് ഈ ബ്ലോഗിന്റെ പിന്നാലെ പോവുക? എത്ര കാലമാണ് ഈ ചുണ്ടുകളെ ചുവപ്പിക്കുക? എത്ര കാലമാണ് ഈ ഹറാമുകൾ ചെയ്യുക? എത്ര കാലമാണ് ഈ തോന്നിവാസത്തോടെ ജീവിക്കുക? നമുക്കും നല്ലൊരു മരണം വേണ്ടേ? നമ്മുടെ ആഖിബത്തും നന്നാകണ്ടേ? നമുക്കും ഈമാനോടെ മരിക്കണ്ടേ? നമുക്കും അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ? നമുക്കും ബുർദ ചൊല്ലണ്ടേ? നമുക്കും ഹദ്ദാദ് ചൊല്ലണ്ടേ? നമുക്കും ദിക്ർ ചൊല്ലണ്ടേ? അതിനല്ലേ അല്ലാഹു നാവ് തന്നത്? അതിനല്ലേ അല്ലാഹു കണ്ണ് തന്നത്? അതിനല്ലേ അല്ലാഹു ശരീരം തന്നത്? അല്ലാ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നമ്മുടെ അവസാന സമയം നന്നാക്കി തരണേ അല്ലാ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാ നീ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഇലാ ഹദറത്തിൻ നബി